എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതേ രീതി ഇനിയും തുടരാനാണ് അവൻ്റെ പ്ലാനെങ്കിൽ ഇന്ന് ഈ ഫംഗ്ഷന് പങ്കെടുത്തില്ല എങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിൽ കാണിയല്ല, അവന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുവാണ് മുത്തശ്ശൻ. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഇത്തിരി ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഏതായാലും അവരെല്ലാവരും അബിയെ നോക്കി നിൽക്കുന്നു. അന്തിക്ക് അബിയുടെ വണ്ടി വന്ന് നിൽക്കുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് അബിയാന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അബി ആകെ ടെൻഷനിലാണ് കയറി വരുന്നത്. മുഖമൊക്കെ ഇങ്ങനെ പേടിച്ച പോലെ ഇരിക്കുക. കയറി വരുന്നത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നോടാ? മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടിയല്ലേ പോയെ? എന്നിട്ട് നിൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഇല്ലല്ലോ, മുല്ലപ്പൂ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അന്നേരം അബി പറയുവാണ്, കുറേ അന്വേഷിച്ചു, കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, എന്നിട്ടും കിട്ടിയില്ല എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, എടാ കള്ളത്തരം പറയുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കള്ളത്തരമൊക്കെ പറയാൻ മേലെ എന്ന് ചോദിക്കുവാണ്. അന്നേരം അജയൻ്റെ വക അജയൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ മുല്ലപ്പൂ വാങ്ങണമെങ്കിൽ ഇന്നലെ വാങ്ങിച്ചു വയ്ക്കായിരുന്നു, അല്ലെങ്കിൽ രാവിലെ പോയി വാങ്ങാൻ മേലായിരുന്നു, എന്തിനാ ഈ സമയത്ത് പോയത് എന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവരെ ഇരിക്കുന്ന എല്ലാവരും അവരുടേതായ രീതിയിൽ അബിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും അബി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുല്ലപ്പൂ കിട്ടിയില്ല, പിന്നെയും നീ എന്തിനാ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, നീ അമ്പലത്തിലും പോയിട്ടില്ല എന്ന് നിന്നെ കണ്ടറിയാം, നീ വേറെ എവിടെയോ പോയതാണ്, ഇനി അതിൻ്റെ പേര് കള്ളത്തിലൊന്നും പറയണ്ട എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി എന്തിനാ അവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? മുല്ലപ്പൂ കിട്ടാഞ്ഞിട്ടാണ് എന്ന് അവൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ പോയത് മുല്ലപ്പൂ വാങ്ങാനൊന്നുമല്ല, വേറെ എന്തോ ആവശ്യത്തിനാണ്. അതിനി നീ ആയിട്ട് സപ്പോർട്ട് നിന്ന് കൊടുക്കണ്ട, അവൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ട നീ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയും. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, അവന് പൂ വേണമെങ്കിൽ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പോയി മേടിച്ചു കൊടുത്തേനെ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ആരോടും പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഏതായാലും ചടങ്ങുകൾ നടത്താനായിട്ട് തുടങ്ങുവാണ്. അന്നത്തേക്കും ആദർശ് നയനയോട് പറയും, നയന ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ പോകാൻ തുടങ്ങുക മേലോട്ട്. അന്നേരം ദേവേനി ചോദിക്കും, നീ ഇപ്പോൾ അവളെ വിളിച്ചിട്ട് എങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങ് പോകുന്നത്. അന്നേരം ദേവേനി ഇഷ്ടപ്പെടാത്ത പോലെ പറയുവാണ്, അവൻ 24 മണിക്കൂറും അവളുടെ പുറകെയാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജയം പറയുവാണ്, ഭാര്യയോട് ഭർത്താവിനൊരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ അതെല്ലാവരും കേൾക്കെ പറയണമെന്നുണ്ടോ, അതിന് നിനക്ക് എന്താ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുവാണ്, അവൾ വലിയ ഡിസൈനറാണ്, അതുകൊണ്ട് ആ ഡിസൈനിൻ്റെ മെച്ചം കൊണ്ട് ഇത്തിരി ബിസിനസ്സും കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് എല്ലാവരും അവളെ തല വെച്ചുകൊണ്ട് നടക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനത്തെ കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെയും എല്ലാവരും തല വെച്ചുകൊണ്ട് നടന്നേനെ, അതില്ലല്ലോ, അപ്പം നീ കുറ്റം പറയാൻ നിൽക്കരുത് എന്ന് പറയും. അന്നേരവും ദേവയാനിയുടെ മനസ്സിൽ ഇങ്ങനെയാട്ടോ, എല്ലാവരും നയനയുടെ കഴിവ് ഒന്ന് എടുത്തു പറഞ്ഞതാണ് ദേവയാനി. അമ്മ അവൾ ഉയരങ്ങളിലേക്ക് പോകുന്നത് നിങ്ങളെ രണ്ടുപേരും അച്ഛനെയും അമ്മയെക്കാളും ഒക്കെ കൂടുതലായിട്ട് ആ ഒരു ഉയർച്ച ആഗ്രഹിക്കുകയും കൊതിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്ന് ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പം ദേവയാനിയുടെ ഈ മുഖത്തെ ഒരു ചെറു പുഞ്ചിരിയോടെയുള്ള ഈ നിപ്പൊക്കെ കാണുമ്പം കനകയും ഗോവിന്ദനും ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട്ട് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയനെ ആദർശിനെയാണ്. ആദർശ് നയനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നത്. ആദർശ് രാവിലെ നയനയ്ക്ക് മുല്ലപ്പൂ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മുല്ലപ്പൂ എടുത്തുകൊണ്ട് നവ്യയ്ക്ക് കൊടുക്കുക എന്ന് പറയാൻ ആ കാര്യം പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അബിയെ കൊച്ചാക്കുന്ന പോലെ ആകില്ലേ എന്ന്. അന്നേരം ആദർശ് പറയും, അങ്ങനെ അവന് തോന്നണം, അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അവൻ മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. എന്നും പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്നാലും നവ്യയും കുഞ്ഞും ഇവിടെ കാണും എന്നുള്ള കാര്യം അവന് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇപ്പം അവൻ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ചേച്ചി പറയുന്നത്, അത് അഭിനയമാണോ എന്നൊന്നും അറിയത്തില്ല എന്ന് നയന പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഇന്ന് പുറത്തു പോയത് മുല്ലപ്പൂ മേടിക്കാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയും, അതിനൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി, വേറെ ആരോ കാണാനാണ് പോയത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവൻ കയറി വന്നപ്പോൾ അവൻ്റെ മുഖം നീ ശ്രദ്ധിച്ചായിരുന്നോ, അവൻ എന്തോ ഏടാകൂടത്തിൽ പോയി ചാടിയിട്ടുണ്ട്, അവൻ്റെ മുഖം കണ്ടാൽ അറിയാം, ഒന്നെങ്കിൽ സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ പെണ്ണ് വിഷയമായിരിക്കും എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, സാമ്പത്തികമാണെങ്കിലും കുഴപ്പമില്ല, പെണ്ണ് വിഷയം ആകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ കാര്യമായതുകൊണ്ട് അതിൽ യാതൊരു ഉറപ്പുമില്ല, ഏതായാലും ഇനിയും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത്, എന്നേക്കാളും ചേച്ചി ഈ കാര്യത്തിലൊക്കെ ബോൾഡാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ചേച്ചിയോട് പറയണം ഇനിയും ബോൾഡ് ആകണമെന്ന്, കാരണം ഇനി ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുവാണ് നവ്യയ്ക്ക്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബോൾഡ് ആവണം. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇതുപോലുള്ള എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്, നവ്യയും കുഞ്ഞും ഇവിടെ കാണും, 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇപ്പം തന്നെ
അനന്തപുരിക്കുണ്ട്. അതുകൊണ്ട് നവ്യയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുല്ലപ്പൂ എടുത്തുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂ എടുത്തുകൊണ്ടങ്ങ് പോവാണ്. ഈ സമയം നവ്യയും അബിയും ചടങ്ങിനൊക്കെ ആയിട്ട് ഇരുത്തിയായിരുന്നു. അന്നേരം അബിയുടെ മുഖത്ത് ആകെ ടെൻഷനാണ്. ചടങ്ങ് തുടങ്ങാറാകുമ്പോഴത്തേക്കും നയന ഇറങ്ങി വരും. എന്നിട്ട് പറയും, ഇനി മുല്ലപ്പൂ ഇല്ല എന്നുള്ള സങ്കടം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മുല്ലപ്പൂ എടുത്ത് തലയിൽ കുത്തി കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടൻ എനിക്ക് വേണ്ടി രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു എന്ന് പറയും. ആ മുല്ലപ്പൂ വയ്ക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ നവ്യ അബിയുടെ മുഖത്തേക്ക്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾ എന്തിനാ ദേഷ്യത്തിൽ നോക്കിയത് എന്ന് നിനക്കറിയാവോ? ആ മുല്ലപ്പൂ നീ ആയിരുന്നു കൊണ്ട് കൊടുത്തത് എങ്കിൽ അതിന് സൗന്ദര്യവും സുഗന്ധവും ഒക്കെ കൂടിയേനെ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല മുത്തശ്ശ എന്ന്. ഏതായാലും അവർ ആ ചടങ്ങുകളൊക്കെ തുടങ്ങുവാണ്. മുത്തശ്ശി പറയും, മുത്തശ്ശൻ തന്നെ ആദ്യം കുട്ടികൾക്ക് മധുരം കൊടുക്കുക എന്ന് പറയും. മുത്തശ്ശൻ രണ്ടുപേരുടെയും വായിൽ മധുരം വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശി കൊടുക്കുന്നു. അങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അനിയാണെങ്കിൽ നമ്മുടെ നന്ദുവിനെയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഫോണിലൊരു മെസ്സേജ് അയക്കും, ഞാൻ എടുത്തു തന്ന ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന്. അന്തേക്കും നന്ദു ആ മെസ്സേജ് എടുത്ത് നോക്കുന്നു. നന്ദുവിൻ്റെ മുഖത്തും ഒരു ചെറു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ചടങ്ങുകളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വായിൽ മധുരം വെച്ച് കൊടുത്ത് ആ ചടങ്ങ് അങ്ങ് അവസാനിപ്പിക്കുക. ഏതായാലും ചടങ്ങ് തീർന്നു കഴിയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട്, എടാ ഇനിയെങ്കിലും നിൻ്റെ ഈ ഉടായ്പ സ്വഭാവമൊക്കെ അങ്ങ് മാറ്റി ഇവരെ നേരെ അവനെ സ്നേഹിക്കാൻ തുടങ്ങുക. ഇനി കുറച്ച് മാസങ്ങളോട് കഴിഞ്ഞ് നിനക്കൊരു കുഞ്ഞാവുകയാണ്, നീ ഒരു അച്ഛനാകാൻ പോവുകയാണ് എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? ഇവിടെ വേറെ ഒരുത്തൻ നിൽപ്പുണ്ട്, അവൻ്റെ ഭാര്യ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോലുമില്ല, എന്നിട്ടും അവനെ ആരും ഒന്നും പറയുന്നില്ല എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അതെ നിൻ്റെ തെറ്റ് മറിക്കാൻ വേണ്ടി നീ എൻ്റെ മേലെ ചാരണ്ട എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്, അത് തിരുത്തി മുന്നോട്ട് പോയാൽ രണ്ടുപേർക്കും കൊള്ളാം എന്ന് പറയുക. ഏതായാലും ചടങ്ങെല്ലാം തീർന്ന് കഴിയുമ്പം അനി പറയുന്നുണ്ട്, അതേ ചടങ്ങെല്ലാം തീർന്നില്ലേ, എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയും. എല്ലാവരും ചിരിച്ച് ഒരുമിച്ച് നിൽപ്പുണ്ട്. പക്ഷേ അനി എടുക്കുന്നത് നന്ദുവിൻ്റെ ഫോട്ടോയാണ്. നന്ദുവിനെയും അടുത്ത് നിൽക്കുന്ന കനികയും കിട്ടുന്നുണ്ട്. വേറെ ആരുടെയും ഫോട്ടോ അനി എടുക്കുന്നില്ല, നന്ദുവിൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്. ഏതായാലും ആ ചടങ്ങെല്ലാം അങ്ങ് കഴിയുന്നു. ഇതിന് ശേഷം മുകളിലേക്ക് കയറി വരുന്ന അബി ആകെ ടെൻഷനിലാട്ടോ. അബി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു, അങ്ങനെ നിൽക്കുവാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ജലജയും മുത്തശ്ശിയും വരുന്നത്. ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിനക്ക് മുല്ലപ്പൂ മേടിക്കാൻ പോകണമെങ്കിൽ നേരത്തെ പോകാൻ മേലായിരുന്നു. മനുഷ്യരുടെ എല്ലാം വായിൽ നിന്ന് എല്ലാം കേൾക്കാനായിട്ട് അവൻ ഓരോന്ന് ചെയ്തു വെച്ചോളൂ എന്നൊക്കെ പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുല്ലപ്പൂ മേടിക്കാനാണ് പോയത്, അത് കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആ നുണ ഇനിയും പറയണ്ട, അതൊന്നും അല്ല സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, ഞാൻ താമസിക്കാൻ കാരണം ഞാൻ അമ്പലത്തിലും കൂടെ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, ഇനി അമ്പലത്തിലെ ദൈവങ്ങളെ കൂട്ടുപിടിച്ച് നീ നുണ പറയണ്ട, നീ വേറെ എന്തിനോ പോയതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും നിൻ്റെ മുഖത്ത് ഇപ്പോഴും ആകെപ്പാടെ ടെൻഷനും വിഷമമൊക്കെ ആണല്ലോ, നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ആരെങ്കിലും പേടിപ്പിച്ചോ എന്ന് ചോദിക്കും. അന്നേരം എന്നെ ആരും പേടിപ്പിച്ചൊന്നുമില്ല, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടമാണ് എനിക്ക് എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കും, നിനക്കോ വേറെ ആർക്കെങ്കിലും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കായിരുന്നു, നയനമോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശിന് ചിലപ്പം സങ്കടം തോന്നും, അല്ലാതെ നിനക്ക് സങ്കടമൊന്നും തോന്നുന്നില്ല, നിൻ്റെ അമ്മ ഇവിടുന്ന് പോയാൽ പോലും നിനക്ക് സങ്കടം തോന്നിയല്ല, പിന്നെയാണോ ഇതൊക്കെ നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്നും അവന് വിശ്വസിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ സ്വഭാവം തന്നെയാണ് നിൻ്റെ മോനെ, അതുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് പറയും. അന്നേരം അബി പറയുക, എൻ്റെ മനസ്സ് ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. അപ്പോൾ മുത്തശ്ശി പറയും, ആ മനസ്സ് ആരും മനസ്സിലാക്കാത്തതാണ് നല്ലത്, മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താണ്, കാരണം നിൻ്റെ മനസ്സ് അത്രത്തോളം ചീത്തയാണ് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും നവ്യമോള് പോകാനായിട്ട് റെഡിയാവുകയാണ്, അവളുടെ അടുത്ത് പോയി അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക, അവളുടെ സങ്കടം ഒന്ന് മാറ്റുക, അതെങ്കിലും നീ ചെയ്യേ, അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് അബി അങ്ങോട്ട് പറഞ്ഞു വിടും. പറഞ്ഞു വിട്ട് കഴിയുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി അവനെ ഇങ്ങനെ കോമാളിയാക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും കൂടി അവനെ അങ്ങ് ചവിട്ടി താത്തുവാണ് എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കോമാളിയാകാൻ അവൻ നിന്ന് കൊടുത്തിട്ടില്ലേ, അവൻ്റെ സ്വഭാവം എന്താണ് എന്ന് നന്നായിട്ട് അറിയാം, നിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാണ് നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയത്, അതുപോലെ നവ്യമോളെ പറഞ്ഞു വിടാനാണെങ്കിൽ നടക്കത്തില്ല, നവ്യമോളും കുഞ്ഞും ഇവിടെ തന്നെ കാണും, പുറത്ത് പോകുന്നത് നീയും നിൻ്റെ മോനുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകുമ്പോഴത്തേക്കും ആകെ ടെൻഷനിൽ നിൽക്കുവാണ് ജലജ. പിന്നീട് നമ്മുടെ നവ്യാണ് കാണിക്കുന്നത്. നവ്യ റൂമിൽ വന്നതിന് ശേഷം ആകെ സങ്കടമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അബി റൂമിലോട്ട് കയറി വരും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇത് കണ്ടോടാ, നീ മേടിച്ച് തന്നില്ലെങ്കിലും എൻ്റെ അനിയത്തി എനിക്ക് മുല്ലപ്പൂ മേടിച്ച് തന്നു, നീ മേടിച്ച് തന്നിട്ട് എൻ്റെ തലയിൽ കുത്താനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകില്ല എന്നൊക്കെ പറയും. അന്നേരം അബി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയിട്ട് കിട്ടാഞ്ഞിട്ടാന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, ആ നുണ നീ ഇനി പറയണ്ട, നീ പോയത് വേറെ എന്തോ ആവശ്യത്തിനാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിന്നിൽ നിന്ന് ഞാൻ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ എന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം, എൻ്റെ പ്രസവ സമയത്തും
വീട്ടിലും എൻ്റെ അനിയത്തിയും ഭർത്താവും നിൻ്റെ അനിയനും ഒക്കെ ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത് കാണും, നീ ഒഴികെ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, ഇന്ന് നീ പോകുമല്ലേ, ഈ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ ടെൻഷൻ അടിക്കാതെ വഴക്കുണ്ടാക്കാതെ ഇരുന്നൂടെ എന്ന് ചോദിക്കും. അന്നേരം നവ്യ ചോദിക്കും, എൻ്റെ മനസ്സ് വിഷമിക്കരുതെന്ന് അങ്ങനെയല്ലേ നീ പറഞ്ഞത്, അതിനുള്ള വകയൊക്കെ നീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം അഭി അങ്ങ് താന്നു കൊടുക്കുക കേട്ടോ, തിരിച്ച് വലിയ തർക്കത്തിലൊന്നും പറയുന്നില്ല. നവ്യോട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിഷമിപ്പിക്കത്തില്ല, അത് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച കാര്യമാണ് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നതിന് ശേഷം നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് സ്നേഹം അഭിനയിച്ചു, അത് പിന്നീട് അറിഞ്ഞപ്പം എനിക്കുണ്ടായ വേദന എന്താണെന്ന് നിനക്കറിയാവോ, ഇങ്ങനെ ഉണ്ടാകുന്ന വേദനകൾ ബാധിക്കുന്ന നമ്മുടെ കുഞ്ഞിനെയാണ്, അതുപോലും നിൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുവാണ്, അതൊക്കെ എനിക്ക് മനസ്സിലാവും, നമ്മുടെ കുഞ്ഞിനെ നിന്നെ ഞാനിനി ഒരിക്കലും വേദനിപ്പിക്കില്ല, നമ്മുടെ കുഞ്ഞാണ് സത്യം എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, വേണ്ട, നമ്മുടെ കുഞ്ഞിനെ പിടിച്ച് നീ സത്യം ചെയ്യണ്ട, നിൻ്റെ അമ്മയെ പിടിച്ച് വേണം നീ സത്യം ചെയ്തു എന്ന് പറയും. അന്നേരം അഭി പറയുവാണ്, അമ്മയെന്നല്ല ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യുവാണ്, ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് പറയും. അന്തേക്കും നവ്യ പാവം അതങ്ങ് വിശ്വസിക്കും കേട്ടോ. എന്നിട്ട് പറയും, സത്യമായിട്ട് മോളെ എന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. ഏതായാലും അത് കഴിയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ ടെൻഷൻ, നിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ നിനക്ക് എന്തോ പേടിയോ ടെൻഷനോ ഉണ്ടെന്ന്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം പേടിയൊന്നുമല്ല, എനിക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനാണ് പോയത് എന്ന് പറയും. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ല, ഈ വീട്ടിലെ ഒരു കാര്യവും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിനക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഏതായാലും നിൻ്റെ മുഖത്തെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പോയി ഫ്രഷ് ആകുക, എന്നിട്ട് സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് പറയുവാണ്. ഏതായാലും അത് വിശ്വസിച്ച് നവ്യ മുഖമൊക്കെ ഒന്ന് കഴുകാനായിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോഴും ഇത്തിരി ടെൻഷനോടെ നിൽക്കുവാണ് അഭി. പിന്നീട് നമ്മുടെ കനകയെ കാണിക്കുവാണ്. കനക ഓടി വന്ന് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു നീ കണ്ടോ രണ്ടുപേരുടെയും കൂടെ അഭിനയം, അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമോ, ആ രീതിയിലല്ലേ കുറ്റപ്പെടുത്തലും വഴക്കും ഒക്കെ ആയിട്ട് ആദർശിൻ്റെ അമ്മ പോലും അഭിനയിക്കുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അത് തന്നെ നമുക്ക് ആർക്കും അങ്ങനെ തോന്നിയല്ല, നമുക്കറിയാമെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം കനക ചോദിക്കുക, ഇത് പൊളിക്കാൻ എന്താ ഒരു മാർഗ്ഗമെന്ന്. നന്ദു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുവാണ്, ഇത് പൊളിക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ, നമ്മൾ പോകുന്ന കൂട്ടത്തിൽ നയനച്ചേച്ചിയും കൂടെ കൂട്ടണമെന്ന് പറയുമ്പം അങ്ങനെയോ അതെങ്ങനെയാ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.